വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ റിത്തൂസിൻ്റെ ചോറൂണാണ് കേട്ടോ. അപ്പോൾ റിത്തൂസിന് 7 വയസ്സായി. അപ്പോൾ ലേറ്റ് ആയത് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഇവനാ കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടായത് കേട്ടോ ഞങ്ങൾക്ക്. കാരണം കല്യാണം കഴിഞ്ഞൊരു 3 വർഷത്തിന് ശേഷം ഉണ്ടായതാണ്. അപ്പം കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ഇവന് ഒരുപാട് ചോറൂണുണ്ടായിരുന്നു, ചോറൂണും നേർച്ചയൊക്കെ. അപ്പോൾ അതൊക്കെ കൊടുത്ത് തീർത്ത് വന്നപ്പോൾ ഇതവിടെ അങ്ങനെ കിടന്നു. അതാണ് സംഭവം. പിന്നെ ഞങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായി. പിന്നെ ഞങ്ങളത് വിട്ടുപോയതല്ല, അങ്ങോട്ട് പോകാൻ അങ്ങോട്ട് പറ്റിയില്ല. അപ്പം ഇന്നാണ് ഇപ്പം അതിൻ്റെ ആ ഒരു സമയമായത്. അപ്പോൾ ചോറൂണ് കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാണ് മുടിയൊക്കെ സ്ഥലം. അപ്പോൾ അങ്ങനെ അപ്പം വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ റെഡിയാക്കിയാൽ മതി. റിത്തൂസിന് റിനുമോള് എങ്ങനെ വന്നാലും റെഡിയാക്കിയാൽ ഡ്രസ്സിലൊക്കെ ചളിയാക്കും കേട്ടോ. അങ്ങനെ അവിടുന്ന് 2 പേരെയും കൂട്ടി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് പോവാൻ. മാവൂര് എത്തണ്ട, അതിൻ്റെ കുറച്ച് മുന്നെയാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കുട്ടികളിൽ ഉണ്ടാകാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും എന്നാട്ടോ വിശ്വാസം. അപ്പോൾ ചിറ്റാരിക്കൽ ശ്രീ സന്താനഗോപാലസ്വാമി ക്ഷേത്രം എന്നാണ്. അങ്ങനെ ഇതോടുകൂടി റിത്തൂസ് ചോറൂണൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. പുഴയോ കുളം? അങ്ങനെ അമ്പലത്തിലെത്തി വണ്ടിയൊക്കെ സൈഡാക്കി ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ തലേ ദിവസം ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരും എന്നുള്ളത്. അപ്പം അവിടെ ചെന്ന പാടന്നെ ഷീട്ടാക്കി. തിരുവോണം പറഞ്ഞോടുക്കേ. അങ്ങനെ ഷീറ്റൊക്കെ ആക്കി. ഞങ്ങളെ കൂടാതെ വേറെ കുട്ടികളുടെ ചോറൂണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞ് ഉള്ളിലേക്കൊക്കെ പോയി തൊഴുത്. ഉള്ളിലേക്ക് ക്യാമറ എവിടെ ആണോന്ന് അറിയില്ല. ഞാൻ എന്തായാലും അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചതൊന്നും കണ്ടില്ല, വെറുതെ ചീത്ത കേൾക്കണ്ടല്ലോ. അങ്ങനെ ഉള്ളൊക്കെ തൊഴുത്. പിന്നെ പുറത്ത് ഒരുപാട് തൊഴാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നത് ഒരു 7 വർഷം മുന്നേ, അല്ലെങ്കിൽ ഒരു 8 വർഷം മുന്നേ ആയിട്ടാണ് വന്നത്. അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ചോറൂണൊക്കെ കൊടുക്കുക, കുട്ടി ഉണ്ടായാലെന്നൊക്കെ നേർന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് പോയതാട്ടോ. പിന്നെ എപ്പോഴാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പോസ്റ്റായിട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ റിനുമോൾ അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റിനുമോൾക്ക് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ റിനുമോൾ നിൽക്കൂല കേട്ടോ. അങ്ങനെ പിന്നെ മൂത്രമൊഴിക്കാനുണ്ടെന്ന് പറഞ്ഞ പേട്ടൻ കൊണ്ടുപോടുക കേട്ടോ. അങ്ങനെ ചോറൂണുള്ള ടൈമായി. ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. വേറെ 2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നേ. റിത്തൂസിനാണെങ്കിൽ കുറവായിട്ട് വയ്യട്ടോ. ഇത്രയും വലിയ കുട്ടിയായിട്ട് ചോറ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവന് ഭയങ്കര മടിയുണ്ട്. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഞാനാട്ടോ വീഡിയോ എടുത്തത്. പിന്നെ ഞാൻ കൊടുക്കുന്ന വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് വേറെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവിടെ, അവളെ കൊണ്ട് ഇടിപ്പിച്ചതാട്ടോ. അങ്ങനെ ചോറൂണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവർക്ക് ഈ പ്രസാദം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ അമ്പലത്തിലെ. അപ്പോൾ 2 ആളും കൂടെ അവിടെ ഇരുന്ന് കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം അവിടുത്തെ തിരുമേനി ഞങ്ങൾക്ക് പായസം തന്നിട്ടുണ്ടായിരുന്നു, നല്ല പാൽപ്പായസം. അതും കൂടെ ഞങ്ങൾ കുടിച്ച് ഞങ്ങൾക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങളോട് എടുത്തോളാൻ വേണ്ട ഒരു ഡവറ നിറച്ചും പായസം കൊണ്ട് തന്നു. ഞങ്ങൾ എന്തായാലും ഞാനൊരു 3 ഗ്ലാസ്സെങ്കിലും കുടിച്ചിട്ടുണ്ടാവും, പിള്ളേരും ഏട്ടനും ഒക്കെ അതുപോലെ തന്നെ. അങ്ങനെ ആ പായസമൊക്കെ കുറച്ച് അവിടെയൊക്കെ ചിന്തി. പിന്നെ ഞാനും ഏട്ടനും കൂടെ അവിടെയൊക്കെ തുടച്ച് നന്നാക്കി അതൊക്കെ മൂടി വെച്ച് പിന്നെ ഞങ്ങൾ അമ്പലക്കുളത്തിൽ മീൻ കണ്ടിട്ടാട്ടെ ഈ 2 പേരും കൂടെ ഇവിടെ തിരിഞ്ഞു കളിക്കുന്നത്. ഏട്ടനും വലിയ മോശമൊന്നുമില്ല, മീൻപിടുത്തത്തിന്റെ ഉസ്താദാണ് ഏട്ടൻ. അതുപോലെ തന്നെ ആട്ടോ റിത്തൂസും മീനോന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു വാഴത്തോട്ടത്തിന്റെയും പാടത്തിന്റെയും ഒക്കെ ഇടയിൽ കൂടെയാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു പാലം കണ്ടുകിട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്ന കാണാൻ. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. റിത്തൂസിന് ഭയങ്കര പേടി അവിടെ നിൽക്കാൻ. അപ്പം ഞങ്ങൾ വേഗം അവിടുന്ന് പോന്നു. പിന്നെ ചൂണ്ടയൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ടപ്പം ഏട്ടനെ അവിടെ നിർത്തി. ഏട്ടന് കുറച്ച് ചൂണ്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്. റിത്തൂസിന് ചൂണ്ട വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നേ. അപ്പോൾ ഓനിപ്പോൾ ചൂണ്ട മേടിച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കൊടുത്തില്ല. ഏട്ടൻ്റെ കൂടെ പോകുന്നതല്ലേ ഉള്ളൂ, ഒറ്റയ്ക്ക് ചൂണ്ടിടാൻ പോകാനുള്ള ടൈമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അവനെ കുറേ നേരം അവിടെ വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് റിനുമോള് ചെറിയൊരു കുടം കണ്ടിട്ടുണ്ടായിരുന്നു. ആ കുടം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഭയങ്കര കരച്ചിലായിട്ട്. അപ്പോൾ ആ ഏട്ടൻ അവൾക്കൊരു മറ്റേ മുടിക്കിടുന്ന
സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ ഒരു ബണ്ണ് കൊടുത്തത്. പക്ഷെ അത് വേണ്ട, എനിക്ക് കുടം മതി എന്ന് പറഞ്ഞിട്ട് കുടമാണ് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തത് കേട്ടോ. ഇപ്പോഴത്തെ മക്കൾക്ക് കുടം വെള്ളം ഒന്നും അതിനെ പറ്റിയൊന്നും വലിയ പരിചിതം ഉണ്ടാവില്ലല്ലോ. കുട്ടി കുടം കിട്ടിയപാടെ തന്നെ തലയിലാട്ട വെച്ചത്, ഒക്കത്ത് വെക്കുന്നതിനെ കാട്ടിയും മുന്നേ. അങ്ങനെ ആ ചുണ്ടപ്പീടിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഈ പുഴയായിരുന്നു കേട്ടോ. ചെറിയ ഷട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള ഊർക്കടവ് പാലം. അപ്പൊ അതിന്റെ ഒരു ഷട്ടർ പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ആൾക്കാരവിടെ മീൻ പിടിക്കുന്നത്, അതും ഞങ്ങൾ നോക്കി നിന്നു. അങ്ങനെ മക്കൾക്ക് എന്തെങ്കിലും വിശക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കൂൾബാർ കയറി. ഇവരൊന്നും കഴിച്ചില്ല കേട്ടോ. 2 അവിൽ മിൽക്കും ഒരു ലൈമൊക്കെ വാങ്ങി. ഇവർ 1-2 സ്പൂണ് മാത്രം കഴിച്ചിട്ട് പിന്നെ ഞാനും ഏട്ടനായിട്ടോ കഴിച്ചത്. ഞങ്ങൾക്ക് 2 വേണ്ടിയിരുന്നില്ല. ആ പായസം ഒരു 3-4 ഗ്ലാസ്സൊക്കെ കുടിച്ചതല്ലേ. അങ്ങനെ എങ്ങനെയൊക്കെയോ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.